മറന്നോ ഷഹബാസിനെ? അത്ര പെട്ടെന്നൊന്നും ഈ പൂമുഖം മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഓരോ അമ്മമാരും തങ്ങളുടെ നെഞ്ചിലെ അണയാത്ത തീയായി ഷഹബാസ് ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നത്. അതിദാരുണ മരണം തന്നെ ഷഹബാസിന് നൽകിയത്, അതും ഒറ്റ സുഹൃത്തായി പരിഗണിച്ചവൻ നിരന്തരം വെല്ലുവിളിച്ചും കൂടെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി കൂട്ടം ചേർന്ന് മാരക ആയുധങ്ങളുമായി ആക്രമിച്ചു കൊലപ്പെടുത്തി. എന്നിട്ട് യാതൊരു നടപടിയും ഇതുവരെ ഈ പ്രതികൾക്ക് നേരെ ഉണ്ടായതിൻ്റെ യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചില്ല. അതെന്താണ് അങ്ങനെയൊരു അവസ്ഥ ഈ കേസിൽ വന്നിരിക്കുന്നത്? കാരണം അവർ കുട്ടികളാണത്രേ. ബുദ്ധിയില്ലാതെ, വിവേകമില്ലാതെ, തിരിച്ചറിവില്ലാത്ത ഭ്രാന്തന്മാരാണോ ഇവർ? ഞങ്ങൾ എന്തായാലും കുത്തും, പോരേണ്ടവരെല്ലാം പോന്നോ എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ആഹ്വാനം നടത്തി ആസൂത്രിതമായി തന്നെ കൊലപാതകം നടത്തിയ ഇവർക്ക് തീരെ വിവരമില്ലാതായോ? അതല്ല, ഇവരെ രക്ഷപ്പെടുത്തുവാൻ ഈ കേസിൽ വലിയ കൈക്കടത്തൽ നടക്കുന്നുണ്ടോ? ഷഹബാസിന് നീതി ലഭിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിൽ ഒട്ടേറെ അച്ഛനമ്മമാരുടെ കണ്ണീരിന് വകയാകും എന്നത് ഉറപ്പാണ്. അതിനായി തെളിവുകൾ ഇപ്പോൾ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ എന്ന പരിഗണനയിൽ നിന്ന് ഇവരെ ഒഴിവാക്കി മുതിർന്ന ക്രിമിനലുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെ ഇവരെ ചോദ്യം ചെയ്തെങ്കിൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയത് ആരൊക്കെയെന്നുള്ള ആ നഗ്ന സത്യം പുറത്തു വരും. ഒട്ടേറെ പേരുണ്ടായിരുന്നു ഷഹബാസിനെ ആക്രമിച്ചവരിൽ. ഇതിൽ മുതിർന്നവരുണ്ടെന്നും അതല്ല ഈ അക്രമികളുടെ പിതാക്കൾ ആ ഭാഗത്ത് തന്നെ ഇത് കണ്ടുകൊണ്ട് നിന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സാക്ഷി പറയാൻ പോലും ആണത്തമുള്ള ഒരുത്തൻ പോലും മുമ്പിലോട്ട് വരുന്നില്ല. അതിന് കാരണം തങ്ങൾക്കും പലതരത്തിലുള്ള അക്രമങ്ങൾ ഇവരുടെ പക്കൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഭയമാണ്. പാവപ്പെട്ട ഇക്ബാലിൻ്റെ മകനായതുകൊണ്ട് കുറച്ച് മനസ്സലിവുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കുമല്ലാതെ മറ്റാർക്കും ഇതിലൊരു സങ്കടവുമില്ലേ? ഇത് വലിയ ഒരു കോടീശ്വരൻ്റെ മക്കളായിരുന്നെങ്കിൽ അവരിപ്പോൾ ജയിലിൽ അഴിയെണ്ണിയേനെ. അതല്ല, ആ വഴിക്ക് തന്നെ ഇവരെ ഈ കേസ് കൊണ്ടെത്തിച്ചേനെ. ഷഹബാസ് മോന് നീതി ലഭിച്ചില്ല, അതോ നീതിയിനി ലഭിക്കില്ലേ? ലഭിച്ചില്ലെങ്കിൽ അത് സമൂഹത്തിൽ വലിയ ദോഷം തന്നെ വരുത്തും എന്നുള്ള കാര്യത്തിൻ്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മാരക പരുക്ക് പറ്റിയത് 2 വിദ്യാർത്ഥികൾക്ക്. ഷഹബാസിന് നീതി ലഭിച്ചിരുന്നെങ്കിൽ, ഷഹബാസിൻ്റെ ഘാതകർക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കിയ വാർത്ത പുറത്തു വന്നിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ 2 കുട്ടികളെ മഞ്ചേരി ഹോസ്പിറ്റലിൽ ഗുരുതര നിലയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരില്ലായിരുന്നു. ഇതുപോലെ ഒട്ടനേകം മക്കൾക്കും ഇത്തരം ദാരുണമായ ആക്രമണങ്ങളും മരണവും ലഭിക്കുവാനും മാത്രം കാര്യങ്ങൾ കഴിവിട്ടു പോകുന്ന തരത്തിലേക്ക് നീങ്ങും ഷഹബാസിൻ്റെ കാര്യത്തിൽ കണ്ണടച്ചാൽ. ഒരമ്മയ്ക്കും തൻ്റെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നവരേക്കും തന്നെ മനഃശാന്തി കിട്ടില്ല. അവരുടെ ഭാവി ആലോചിച്ചുകൊണ്ട് നിരന്തരം വെന്തുരുകി സമയം കളയേണ്ട ഗതിയിലേക്ക് വരും. അത്തരത്തിലേക്ക് തന്നെ ഇത് വന്നെത്തുമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി അവൻ്റെ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അവന് വൈകുന്നേരം ടർഫിൽ കളിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ കളിക്കാൻ പോകുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു പയ്യൻ അവനോട് ചോദിക്കുന്നു, എടാ നീ ഇന്ന സാധനം വലിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവനത് കേട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്നാൽ പിന്നെ നാളെ ആവട്ടെ, ഞാനൊരു സാധനം കൊണ്ടുവരാമെന്ന് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ പിന്നീട് പിറ്റേ ദിവസത്തെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് തമ്മിൽ ഈ സാധനങ്ങൾ കാണുന്നു. പിന്നീട് പതിയെ ഇവൻ തന്നെ അതിലേക്ക് എത്തപ്പെടുന്ന ഒരു രംഗമാണ്.